ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ബലെനോയെ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടൊയോട്ട. കേട്ടത് ശരി തന്നെ. മാരുതി ബലെനോയുടെ പരിഷ്കരിച്ച പതിപ്പിനെ ടൊയോട്ട സ്വന്തം പേരിൽ പുറത്തിറക്കും. ഇരു കമ്പനികളും തമ്മിൽ ഒപ്പുവെച്ച ധാരണ പ്രകാരം ബലെനോ ബ്രേസ മോഡലുകളെയാണ് ജാപ്പനീസ് കമ്പനിക്ക് മാരുതി കൈമാറുക. പകരം കൊറോള അൾട്ടിസ് സെഡാനെ ടൊയോട്ടയിൽ നിന്നും മാരുതി ഏറ്റുവാങ്ങും. കിട്ടിയ മോഡലുകളിൽ ആവശ്യമായ രൂപമാറ്റം വരുത്തി റീബാഡ് ചെയ്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുവരികയാണ് ഇരു കമ്പനികളുടെയും ലക്ഷ്യം. അതായത് ബലെനോ, വിറ്റാര, ബ്രീസ മോഡലുകൾ ടൊയോട്ടയുടെ പേരിലും കൊറോള അൾട്ടിസ് മാരുതിയുടെ കീഴിലും വിപണിയിൽ അണിനിരക്കും. ബലെനോയുടെ ടൊയോട്ട പതിപ്പായിരിക്കും കൂട്ടുകെട്ടിൽ നിന്നും ആദ്യം പുറത്തുവരിക. അടുത്ത സാമ്പത്തിക വർഷം രണ്ടാം പാദം ടൊയോട്ടയുടെ ബലെനോയെ പ്രതീക്ഷിക്കാം. അതായത് 2019 ഒക്ടോബറിനും 2020 മാർച്ചിനുമിടയിൽ ടൊയോട്ടയുടെ അച്ചിൽ നിന്നും ബലെനോ പുറത്തിറക്കുമെന്ന് സാരം. ഈ വർഷാവസാനം തന്നെ ടൊയോട്ട ബലെനോ അവതരിക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. ബലെനോയുടെ അകാരം നിലനിർത്തുമെങ്കിലും ഡിസൈൻ ശൈലിയിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടാവും ടൊയോട്ട കൈവരിക്കുക. ഇന്ത്യൻ വിപണിയിൽ റെനോ ഡസ്റ്റർ, നിസാൻ ടെറാനോ ജോഡികൾ ബാഡ്ജ് എഞ്ചിനീയറിംഗിലുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ്. വിലയിൽ ടൊയോട്ട പുറത്തിറക്കുന്ന ബലെനോ മോഡലായിരിക്കും വില കൂടുതൽ. ടൊയോട്ടയും സുസുക്കിയും തമ്മിലുള്ള പങ്കാളിത്തം മുൻനിർത്തി കൈമാറിയ കാറുകൾ അതത് ബ്രാൻഡുകളുടെ കീഴിൽ വിൽപ്പനയ്ക്ക് വരുമെന്ന് ടൊയോട്ട കിർലോസ്കർ മോട്ടോർ വൈസ് പ്രസിഡന്റ് അൽസുഷി ഓക്കി പറഞ്ഞു. റീബാഡ് ചെയ്ത കാറുകളിൽ പുതിയ പേരും കമ്പനികൾ നിശ്ചയിക്കും. രൂപഭാവത്തിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും മെക്കാനിക്കൽ തലത്തിൽ നിലവിലെ ബലെനോ തന്നെയായിരിക്കും ടൊയോട്ടയുടെ മോഡൽ. 3 എഞ്ചിൻ പതിപ്പുകളുണ്ട് ബലെനോയിൽ. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ 82 bhp കരുത്തും 113 Nm ടോർക്കും സൃഷ്ടിക്കും. 1.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുള്ളത് 101 bhp കരുത്തും 150 Nm ടോർക്കും. 1.3 ലിറ്റർ ഫിയറ്റ് മൾട്ടിജെറ്റ് ടർബോ ഡീസൽ എഞ്ചിൻ 74 bhp കരുത്തും 190 Nm ടോർക്കും പരമാവധി കുറിക്കാനാകും. 3 എഞ്ചിൻ പതിപ്പുകളിലും 5 സ്പീഡ് സ്റ്റാൻഡേർഡ് മാനുവൽ ഗിയർ ബോക്സ്. ഇതിനു പുറമെ CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമുണ്ട് ബലെനോയിൽ. ചെറുകാറുകളിൽ പെട്രോൾ എഞ്ചിൻ നൽകാനാണ് ടൊയോട്ടയ്ക്ക് താൽപര്യം. ഇക്കാരണത്താൽ റീബാഡ് ചെയ്ത ബലെനോയിൽ പെട്രോൾ എഞ്ചിനായിരിക്കും ടൊയോട്ട നിശ്ചയിക്കുക. 2020 ഏപ്രിൽ 1 മുതൽ ഭാരത് സ്റ്റേറ്റ് 6 നിർദ്ദേശങ്ങൾ കർശനമാക്കുന്നത് മാനിച്ച് 1.3 ലിറ്റർ ഫിയറ്റ് മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാരുതി. പകരം സ്വയം വികസിപ്പിച്ച 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ യൂണിറ്റിനെ കാറുകൾക്ക് മാരുതി നൽകും. ബലെനോ ഡീസലിനെ ടൊയോട്ട പുറത്തിറക്കുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. എന്തായാലും ബലെനോയെ ടൊയോട്ട അവതരിപ്പിക്കുന്നതിന് പിന്നാലെ കൊറോള അൾട്ടിസുമായി മാരുതി കളം നിറയ്ക്കും. ഗ്രില്ല്, ബമ്പർ, ഹെഡ്ലാം, ടെയിലാം ഉൾപ്പെടെ അൾട്ടിസിന്റെ പുറമോടിയിൽ വിപുലമായ മാറ്റങ്ങൾ മാരുതി സ്വീകരിക്കുമെന്നാണ് വിവരം. മോഡലുകൾക്ക് വേറിട്ട വ്യക്തിത്വമാണ് മാരുതിയും ടൊയോട്ടയും ആഗ്രഹിക്കുന്നത്. വിറ്റാര, ബ്രേസ, ബലെനോ മോഡലുകൾ നിരയിലെ വിടവുകൾ നികത്തുമെന്ന് ടൊയോട്ട കരുതുന്നു. പ്രചാരമേറുന്ന കോമ്പാക്ട് SUV ലോകത്ത് കടന്നുവരാൻ ബ്രേസ ടൊയോട്ടയെ സഹായിക്കും. ടൊയോട്ടയുടെ പ്രീമിയം ഹാഷ്ബാക്കായി ബലെനോ തലയുയർത്തുമ്പോൾ വിപണി കൗതുകം പൂണ്ട് നിൽക്കുമെന്ന കാര്യം ഉറപ്പ്. സമാനമായി കൊറോള സെഡാൻ മാരുതിയുടെ പ്രീമിയം നിരയിലേക്ക് പുത്തൻ ഉണർവേകും. നിലവിൽ സിയാസ് മാത്രമാണ് മാരുതിയുടെ പ്രീമിയം സെഡാൻ. സംയുക്ത പങ്കാളിത്തം മുൻനിർത്തി വിപണിയിൽ മോഡൽ നിര വിപുലപ്പെടുത്തുകയാണ് ഇരു നിർമ്മാതാക്കളുടെയും ലക്ഷ്യം. മോഡലുകൾ കൈമാറുന്നതിന് പുറമെ നിർമ്മാണ, സാങ്കേതിക, വിപണന മേഖലകളിൽ ഒരുമിച്ച് നിൽക്കാനും ഇരു കമ്പനികളും തമ്മിൽ ധാരണയുണ്ട്.